മടങ്ങി വരുമ്പോൾ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ. പാലക്കാട് നടന്ന എ ഗ്രൂപ്പ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് രാഹുലിനെ പങ്കെടുപ്പിക്കുക. ഇത്തരത്തിൽ രാഹുലിനെ വീണ്ടും പൊതുരംഗത്ത് സജീവമാക്കാനാണ് ഇപ്പോൾ നീക്കം ആരംഭിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗമല്ല, പക്ഷേ പിന്നിൽ കോൺഗ്രസ് തന്നെ, ഷാഫി പറമ്പിൽ തന്നെ. ഇതാണ് സാഹചര്യം. എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ തിരികെ അവിടുത്തെ MLA എത്തിക്കുക എന്നതാണ് ദൗത്യം. പക്ഷേ വലിയ പ്രതിഷേധങ്ങൾ കാത്തിരിക്കുന്നതുമുണ്ട്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? കാരണം രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ തന്നെയാണ്, അടൂരിലെ വീട്ടിൽ തന്നെയാണ്, പുറത്തിറങ്ങുന്നില്ല. അദ്ദേഹത്തെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമം എങ്ങനെയാണ്? ഇതിന് പിന്നിൽ എങ്ങനെയാണ്? ഷാഫി പറമ്പിൽ നേരിട്ട് കളത്തിൽ ഇറങ്ങുന്നുണ്ടോ? സൈത്ത് അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി KPC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു യോഗം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇരുവരും വാർത്ത നിഷേധിച്ച് രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അതിൽ കൃത്യമായ രീതിയിലുള്ള ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മണ്ഡലത്തിൽ നിന്ന് രാഹുൽ വിട്ടുനിന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴിവെക്കും. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഷാഫി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എ ഗ്രൂപ്പിന്റെ ഒരു യോഗം എന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും തന്നെ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള യോഗം നടക്കുകയും ചെയ്തത്. അതിൽ പ്രധാനമായും ഉള്ളത് കഴിഞ്ഞ 9 ദിവസമായി രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെ തങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടുമല്ലാതെ മറ്റെന്ത് പോംവഴി എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസിന്റെ അനുഭാവത്തിലുള്ള സംഘടനകളിലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പാലക്കാടേക്ക് രാഹുലിനെ എത്തിക്കാനുള്ള നീക്കം ഇപ്പോൾ ഷാഫി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഓണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ രാഹുലിനെ പാലക്കാടേക്ക് എത്തിക്കാനുള്ള നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മാത്തൂരിലെയും പിരായിലെയും ഒപ്പം തന്നെ പാലക്കാട് നഗരത്തിലെയും വിവിധ പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയായി ഇവർ തയ്യാറാക്കും. ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ട് എത്തിച്ച് ഈ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. അല്പസമയത്തിന് മുമ്പ് KPC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോടുകൂടി അദ്ദേഹം പ്രതികരിച്ചിരുന്നു. രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ഇത്തരത്തിൽ യോഗം നടന്നതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു അറിവുമില്ല, അതിനെ സംബന്ധിച്ച് താൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു യോഗം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു KPC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നത്. പിന്നാലെ KPC ജനറൽ സെക്രട്ടറി C ചന്ദ്രനും പ്രതികരണമായി രംഗത്ത് വന്നിരുന്നു. തന്റെ വസതിയിൽ വെച്ച് ഇങ്ങനെ ഒരു യോഗമേ ചേർന്നിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു C ചന്ദ്രൻ നടത്തിയത്. മറ്റൊന്ന്, ഷാഫി ഇന്നലെയൊക്കെ പാലക്കാടുണ്ടായിരുന്നു. എന്തിനാണ് പാലക്കാട് MLA അല്ലാത്തയാൾ അല്ലെങ്കിൽ അവിടെ ജനപ്രതിനിധി അല്ലാത്തയാൾ ഒരു മറ്റേതെങ്കിലും തരത്തിൽ അവിടെ പങ്കെടുക്കാൻ ചെന്നു എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ പോലും തന്നെ തൻ്റെ കുടുംബം ഇവിടെയാണ്, താൻ കഴിഞ്ഞ കുറേ കാലമായി മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്, അവിടെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ കഴിഞ്ഞ ദിവസം എത്തിയത്, അല്ലാതെ മറ്റു യോഗങ്ങളോ ഒന്നും തന്നെ ചേർന്നിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും നിലവിൽ രാഹുലിനെ നമുക്കറിയാം, നേരത്തെ മറ്റ് നേതാക്കളൊക്കെ രാഹുലിനെ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞപ്പോഴും സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്ന സ്ഥിതിയായിരുന്നു ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. ഒരു തരത്തിൽ പോലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ അതിന് പ്രതികരണമില്ലാതിരുന്ന ഒരു നേതാവ് ആയിരുന്നില്ല ഷാഫി പറമ്പിൽ. അന്ന് ഈ വിഷയത്തോട് പ്രതികരിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ ഷാഫി പറമ്പിൽ തയ്യാറാകാതെയും ഒപ്പം തന്നെ ഈ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ പദവിയിൽ നിന്ന് രാജിവെച്ചില്ലേ എന്നുള്ള മറുചോദ്യമായിരുന്നു ഷാഫിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത്തരത്തിൽ ചേർത്ത് പിടിക്കുന്നു ഷാഫി ഈ ഒരു ഘട്ടത്തിലും രാഹുലിനെ എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നുണ്ടാവും. തള്ളിപ്പറഞ്ഞെങ്കിൽ കൂടിയും രാഹുലിൻ്റെ തിരിച്ചുവരവ് കോൺഗ്രസിലേക്ക് ഉണ്ടാകുമെന്ന ചോദ്യമൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പാലക്കാട് ഗ്രൂപ്പ് യോഗം ചേരുകയും കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് യോഗം ചേരുകയും അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പദ്ധതികൾ വരികയും ചെയ്തത്. അത് സാധ്യമാകുമോ, എന്താണ് നീക്കം കൂടി നമുക്ക് കരുതേണ്ടതുണ്ട്. എന്തായാലും ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കടുത്ത വെല്ലുവിളി മറ്റൊരു കേസിൽ കൂടി ഉണ്ടാവുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അടൂരിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന. രാഹുലിൻ്റെ അടുത്ത അനുയായി നുബിൻ ബിനുവിൻ്റെ ഫോൺ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. ശശിനാരായണൻ ചെയ്യുന്നു. ശശിനാരായണൻ, ഈ അടൂരിൽ തങ്ങുന്ന മാങ്കൂട്ടത്തെ തിരികെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കാൻ ഒരു ശ്രമമുണ്ട്. ഇതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മറ്റൊരു രീതിയിൽ നടക്കുന്നത്. എന്താണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നീക്കം? ഈ വ്യാജ തിരിച്ചറിയൽ രേഖാ വിവാദത്തിൽ എന്ത് നീക്കമാണ് സംഘം നടത്തുന്നത്?
ശക്തമായ പരിശോധനാ നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം വരുന്നത്. ഒരേ സമയം രണ്ട് കേസുകൾ, രണ്ട് പ്രതിസന്ധികളാണ് രാഹുൽ മാങ്കൂട്ടൻ നേരിടുക. ഒന്ന്, അദ്ദേഹത്തിനെതിരെ വരുന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, അതിൻ്റെ നിയമ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനപ്പുറം മറ്റൊന്നുകൂടിയുള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ ചില കൃത്രിമത്വം നടത്തിയെന്ന ആക്ഷേപം നേരത്തെ വരുന്നതാണ്. അതിലാണിപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശശിനാരായൺ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശശിനാരായൺ, എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? എന്ത് തരത്തിലാണ് കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നത്? രാജ്യത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന വീടുകളിൽ പരിശോധന നടത്തിയത്. ഇതിൽ KSUവിന്റെ ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ ഫോൺ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധനയോടെ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റു രണ്ട് പ്രവർത്തന വീട്ടിലും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത്. രാഹുലുമായി അടുത്ത അനുയായികളാണ് ഇവർ. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരും അനുയായികളുടെ വീടുകളും ആണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. വ്യാപകമായ ഒരു പരിശോധനയാണ് നടന്നത്. എന്നാലും നേരത്തെ ഇത് സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായ സംഭവമാണ്. ആ സമയത്തും യൂത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകരിൽ നിന്നും ഇത്തരത്തിൽ രേഖകളും ഫോണുകളും ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വ്യാപകമായ ഒരു പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത പ്രവർത്തകർ, അതായത് KSUവിന്റെ ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ ഫോണാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തുള്ള. മറ്റു രണ്ട് പ്രവർത്തകരുടെ വീട്ടിലും പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം രാവിലെയാണ് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് സംഘം അടൂരിലെത്തിയത്. തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. സൈറ്റ് യെസ്, ശശിനാരായണൻ, ഒരു കാര്യം കൂടി. ഈ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തിരികെ എത്തിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പരസ്യമായി കിട്ടില്ല, പക്ഷേ ചില രഹസ്യ നീക്കങ്ങളുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് എ ഗ്രൂപ്പ് യോഗം ചേരുകയും അതിനുള്ള സാധ്യതകൾ തേടുകയും ചെയ്തു. ചില ക്ലബ്ബുകളുടെയും മറ്റും പരിപാടിയിൽ അദ്ദേഹത്തെ എത്തിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന പൊതുമണ്ഡലത്തിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ തുടക്കമിടുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം? എന്താണ്? അടൂരിലെ വീട്ടിൽ തന്നെയാണോ? ഇപ്പോഴും അവിടെ കഴിഞ്ഞ ദിവസവും കണ്ടതുപോലെ പോലീസ് സംഘവും ക്യാമ്പും ഒക്കെ ഉണ്ടോ? സജിത്ത്, തീർച്ചയായും ഈ ആരോപണ വിധേയമായി ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അടൂരിന്റെ വീട്ടിലാണുള്ളത്. എന്തായാലും പാലക്കാട്ടേക്ക് ഇതുവരെ അദ്ദേഹം പോയിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തണമെന്നാണ് അവിടെ എ ഗ്രൂപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തോടു കൂടി തന്നെ ഷാഫി പറമ്പിൽ അടക്കം ആവശ്യപ്പെടുന്ന. മണ്ഡലത്തില് MLA സാന്നിധ്യമില്ലാത്ത ഒരു സാഹചര്യം. അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടായി. അതായത് കോൺഗ്രസിന് വലിയ ഒരു തകർച്ചയ്ക്ക് കാരണമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും പാലക്കാടേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. എന്തായാലും ഈ അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തുടരുന്നത്. ഈ ആരോപണ വിധേയമായ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് പൊതുപരിപാടികളെല്ലാം പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടം ഒഴിവാക്കിയിട്ടുണ്ട്. അടൂരിലെ പരിപാടികളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം പാലക്കാട്ടേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാതിരിക്കുക. അവിടെ ഉണ്ടാകുന്ന ചില എതിർപ്പുകൾ, ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങോട്ട് പോകാതിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിൽ